ഹായ് ഡിയേഴ്സ്, മലയാളത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൂട്ടക്ഷരങ്ങൾ വരെയാണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പദങ്ങളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് പദം? അക്ഷരങ്ങൾ അല്ലെങ്കിൽ വർണ്ണങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന ശബ്ദങ്ങളെയാണ് പദം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായി വാക്ക് എന്ന് ഉപയോഗിക്കാറുണ്ട് അല്ലേ? രണ്ടക്ഷരങ്ങൾ കൂടി ചേർന്ന് അതിൻ്റെ കൂടെ ചിഹ്നങ്ങളോ മറ്റോ കൂടി ചേർന്ന് വാക്കുകൾ ഉണ്ടാകുന്നു. പദങ്ങൾ പലതരം: പര്യായപദം, നാനാർത്ഥം, വിപരീത പദം. എന്താണ് പര്യായപദം? നമുക്കറിയാം അല്ലേ? ഒരു പദത്തിനു പകരം അതേ അർത്ഥം വരുന്ന മറ്റു പദങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് പര്യായപദം എന്ന് പറയുന്നത്. അതായത് ഒരേ അർത്ഥം വരുന്ന കുറേ വാക്കുകൾ അല്ലേ? ഫോർ എക്സാമ്പിൾ, വീടിന് നമ്മൾ ഭവനം, സദനം, ഗൃഹം എന്നൊക്കെ പറയും. പക്ഷെ ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? വീട് എന്നത് തന്നെയാണ് അല്ലേ? ഇപ്പോൾ വീടിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പല പല വാക്കുകളുണ്ട്. ഇങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ പര്യായപദങ്ങൾ എന്ന് പറയാറുള്ളത്. അടുത്തത് നാനാർത്ഥം. ഒരു പദത്തിൻ്റെ വ്യത്യസ്ത അർത്ഥങ്ങളെയാണ് നാനാർത്ഥം എന്ന് പറയുന്നത്. അതായത് ഒരേ പദത്തിന് ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ വരുന്നതിനെയാണ് നാനാർത്ഥം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, താമസം എന്നതിന് നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുക, അതുപോലെ അയാൾ താമസിച്ചു വന്നു. രണ്ടും രണ്ടർത്ഥങ്ങളാണല്ലേ? ഒന്ന് വീട്ടിൽ വസിക്കുക എന്നും രണ്ടാമത്തേത് വൈകി വരിക എന്നുള്ള അർത്ഥമാണ്. ഇങ്ങനെ ഒരേ വാക്കിന് രണ്ടർത്ഥങ്ങൾ വരുന്നതാണ് നാനാർത്ഥം. വിപരീത പദം. എന്താണ് വിപരീത പദം? നമുക്കറിയാം അല്ലേ? ഒരു പദത്തിൻ്റെ അർത്ഥത്തിന് എതിരായുള്ള പദമാണ് വിപരീത പദം. അതായത് എതിർ അർത്ഥം വരുന്ന പദങ്ങൾ അല്ലേ? ഫോർ എക്സാമ്പിൾ, കരയുക, ചിരിക്കുക, ചൂട്, തണുപ്പ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പദവിഭാഗങ്ങളാണ്. നാം പറയുന്ന ഓരോ വാക്കും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്: നാമം, ക്രിയ, വിശേഷണം എന്നിങ്ങനെ. അപ്പോൾ എന്താണ് നാമം? ഒരു വസ്തുവിൻ്റെ പേരിനെയാണ് നാം നാമം എന്ന് പറയുന്നത്. ഒരു വസ്തു ഏത് പേരിലാണോ അറിയപ്പെടുന്നത് അത് തന്നെയാണ് അതിൻ്റെ നാമം. ഫോർ എക്സാമ്പിൾ, മൃഗം, മനുഷ്യൻ, പക്ഷി, പൂവ്, ഇങ്ങനെ നമ്മൾ അറിയപ്പെടുന്ന പേരുകളാണ് നാമം. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്ത പദവിഭാഗം ഏതാണ്? ക്രിയ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സ്ഥിതിയെ സൂചിപ്പിക്കുന്ന വാക്കുകളെ അല്ലെങ്കിൽ പദങ്ങളെയാണ് ക്രിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നു, എഴുതുന്നു, ഉറങ്ങി, ചിരിച്ചു, അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, പ്രവൃത്തികളാണ് അല്ലേ? അപ്പോൾ ഈ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന പദങ്ങളെയാണ് ക്രിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിശേഷണം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ വിശേഷത പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് വിശേഷണങ്ങൾ. നമ്മളൊരു പദത്തിനെ കുറച്ചും കൂടെ വിശേഷിപ്പിച്ച് പറയുകയാണ്. പൂവ്, അതിനെ ഒരു നാമമാണതല്ലേ? അതിനെ നമ്മൾ കുറച്ചും കൂടെ വിശേഷിപ്പിച്ചിട്ട് മണമുള്ള പൂവ്. യുവാവ്, സുന്ദരനായ യുവാവ് അല്ലെങ്കിൽ ശക്തനായ യുവാവ്. ഇങ്ങനെ ഒരു പദത്തിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ വിശേഷണ പദം എന്ന് പറയുന്നത്. വിശേഷണ പദങ്ങൾ 2 തരത്തിലുണ്ട്. ഏതെല്ലാമാണെന്നറിയോ? നാമവിശേഷണവും ക്രിയാവിശേഷണവും. എന്താണ് നാമവിശേഷം? അതായത് നാമമായിട്ട് വരുന്ന ഒരു പദം അതിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നാമവിശേഷണം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പൂവ് എന്നത് ഒരു നാമമാണല്ലേ? ഒരു സാധനത്തിൻ്റെ പേരാണ്
പൂവ്. അപ്പം അതൊരു നാമമാണ്. അപ്പം അതിനെ നമ്മൾ ചുവന്ന പൂവ്, ഭംഗിയുള്ള പൂവ് എന്നിങ്ങനെ ചുവന്ന, ഭംഗിയുള്ള എന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിശേഷിപ്പിക്കും. ഇങ്ങനെ ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നാമവിശേഷണ പദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ക്രിയാവിശേഷണം? ക്രിയ എന്ന് പറയുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികളല്ലേ. അപ്പോൾ പല പ്രവൃത്തികളെയും നമ്മൾ വിശേഷണത്തോടു കൂടിയാണ് പ്രയോഗിക്കാറുള്ളത്. അങ്ങനെ ഒരു ക്രിയയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ ക്രിയാവിശേഷണം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഉറങ്ങി, നമ്മളതിനെ തളർന്നുറങ്ങി എന്ന് പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെ ഒരു കുട്ടി പാട്ട് പാടുന്നതാണെങ്കിൽ നമ്മളതിനെ ഈണത്തിൽ പാടി, നന്നായി ഡാൻസ് കളിച്ചു, ഇങ്ങനെ പലവിധ വിശേഷണങ്ങൾ ഉപയോഗിച്ച് ക്രിയയെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ക്രിയാവിശേഷണം എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ ഓൾ.